കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യം പറയാനുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് 5771 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 പേര് മരണമടഞ്ഞു. 72,392 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 5228 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 410 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 45 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 58,472 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 5,594 പേർ രോഗമുക്തരായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അനുഭവം എടുത്താൽ കോവിഡ് കേസുകൾ കൂടി വരികയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10% മുകളിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ രോഗവിമുക്തരുടെ എണ്ണം രോഗികളുടെ എണ്ണത്തിന് തുല്യമോ കൂടുതലുമായിരുന്നു. നേരത്തെ ഉണ്ടായിട്ടുള്ള അത്ര വ്യാപകമായ വർധനവില്ലെങ്കിലും രോഗവിമുക്തരേക്കാൾ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ തികഞ്ഞ ജാഗ്രതയോടെ നാം സമീപിക്കേണ്ട കാര്യമാണിത്. കേരളത്തിൽ കേസ് പെർ മില്യൺ ഇതുവരെ 25,762.11 ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മിക്ക സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണിത്. അതേസമയം 2,67,648.74 നമ്മുടെ ടെസ്റ്റ് പെർ മില്യൺ. മിക്ക സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ് നാം നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം. എന്നാൽ അതിനിയും വർദ്ധിപ്പിക്കണം എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും കേരളത്തിൽ മറ്റു പല സ്ഥലങ്ങളേക്കാൾ ഉയർന്നിരിക്കുന്നു. മരണസംഖ്യ താരതമ്യേന കുറവാണ്. 10 ലക്ഷത്തിൽ 104.32 പേരാണ് കേരളത്തിൽ മരിച്ചത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലുൾപ്പെടെ ഈ സംഖ്യ ഇവിടത്തേക്കാൾ ഉയർന്ന നിലയിലാണ്. കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സംസ്ഥാനവും കേരളം തന്നെ. 0.4% മാത്രമാണ് കേരളത്തിലെ കേസ് ഫെറ്റാലിറ്റി റേറ്റ്. ഈ മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഒരാഴ്ചയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവുണ്ടായതായി കാണാൻ സാധിക്കും. ജനുവരി 4-നും 10-നും ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 35,296 ആയിരുന്നു. ജനുവരി 11 മുതലുള്ള ആഴ്ചയിൽ അത് 36,700 ആയി.
ജനുവരി 18 മുതലുള്ള ആഴ്ചയിൽ 42,430 ഉയർന്നു. ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെ തുടക്കം മുതൽ നാം സ്വീകരിച്ച സമീപനം യഥാർത്ഥ സ്ഥിതി അതേപോലെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കലാണ്. ഇത്തരമൊരു നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. കേരളത്തിലെ തീരദേശ മേഖലയിൽ സമൂഹവ്യാപനം ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് പരസ്യമായി പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. എന്നാൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്രയും രോഗികൾ കൂടി? നിലവിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. പൊതു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മാതൃകകളായി വാഴ്ത്തപ്പെടുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെയാണ്. അവ ഉൾപ്പെടെ കോവിഡിൻ്റെ 2ഉം 3ഉം തരംഗങ്ങൾ ഉണ്ടായത് നാം കണ്ടതാണ്. അവിടങ്ങളിൽ ഇപ്പോഴും രോഗവ്യാപനം കുറഞ്ഞുവെന്ന് പറയാറായിട്ടില്ല. കോവിഡ് പോലെ അതിവേഗം പടരുന്ന ഒരു മഹാമാരിയുടെ കാര്യത്തിൽ വളരെ സ്വാഭാവികമായ ഒരു പരിണിതിയാണ് സംഭവിച്ചിരിക്കുന്നത്. രോഗവ്യാപനം ഇപ്പോഴും വർദ്ധിക്കുന്നുവെന്നത് അത്തരം ഇടങ്ങളിലെല്ലാം രോഗികളാകാൻ സാധ്യതയുള്ള ഇതുവരെ രോഗബാധിതരാകാത്ത ആളുകൾ ഒരുപാടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. കേരളത്തിലെ സ്ഥിതി എടുത്താൽ ഇതുവരെ ജനസംഖ്യയുടെ 3% താഴെ ആളുകൾക്കാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കോവിഡ് ബാധിച്ചിട്ടുള്ളത്. രോഗികളെ കണ്ടെത്താനും ചികിത്സിക്കാനും ശേഷിയുള്ള ആരോഗ്യ സംവിധാനവും രോഗത്തെക്കുറിച്ച് അവബോധമുള്ള ഒരു സമൂഹവും കേരളത്തിലുണ്ട്. ICMR ഇതുവരെ നടത്തിയ സീറോ പ്രിവാലൻസ് പഠനങ്ങളിലെല്ലാം കോവിഡ് വന്ന് മാറിയവരുടെ എണ്ണം ഏറ്റവും കുറച്ചുണ്ടായിരുന്ന പ്രദേശം കേരളമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സീറോ പ്രിവാലൻസ് ഡാറ്റയുടെ സഹായത്തോടെ മാത്രമേ കേരളത്തിൽ നിലവിൽ രോഗവ്യാപനം ചിലർ ആരോപിക്കുന്ന രീതിയിൽ അസ്വാഭാവികമായോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയുടെ മികവിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാനാകാത്ത തലത്തിലേക്ക് രോഗവ്യാപനം വളർന്നില്ല എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജാഗ്രതയുടെയും മികവിൻ്റെയും നേട്ടം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ടായാലും കോവിഡിനെതിരെയുള്ള പ്രവർത്തനത്തിൽ നിന്നും സർക്കാർ പിന്നോക്കം പോകില്ല. യഥാർത്ഥ കണക്കുകൾ നിർഭയം ജനങ്ങൾക്ക് മുൻപിൽ വെക്കും. ഒത്തൊരുമിച്ച് ഈ മഹാമാരിയെ
നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. സർക്കാർ ആൻറ്റിജൻ ടെസ്റ്റുകളിലെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് എന്ന് ഒരു പരാതിയുണ്ട്. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം പ്രതിദിനം 1,00,000 വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ 75%, 1,00,000 ആകുമ്പോൾ 75,000 RT-PCR പരിശോധനയുമായിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം നടത്തിയ പഠനത്തിൽ 56% പേർക്ക് രോഗം ബാധിക്കുന്നത് വീടുകൾക്കകത്തു നിന്ന് തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് രോഗവുമായി പുറത്തുനിന്ന് വരുന്നവരാണ് വീട്ടിൽ കഴിയുന്നവർക്ക് രോഗം നൽകുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായി വാർത്ത വന്നിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇതിൽ വീടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹാളുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പൊതുചടങ്ങുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, യാത്രയിൽ പൊതുവാഹനങ്ങളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയും കുറയാൻ പാടില്ല എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി ചില നടപടികളിലേക്ക് നാം കടക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഫലപ്രദമായി നമ്മുടെ സംസ്ഥാനത്ത് വാർഡ് തല സമിതികളുണ്ടായിരുന്നു. ഫലപ്രദമായി അവർ പ്രവർത്തിച്ചിരുന്നു. രോഗമുള്ളവരുടെ വീടുകളിൽ പാലിക്കേണ്ട ക്രമങ്ങളടക്കം ഈ വാർഡ് തല സമിതി അവിടെ പോയി നിർദ്ദേശിച്ചിരുന്നു. ആരെങ്കിലും ഒരാൾ, ആ സമിതിയിലുള്ള ഒരാൾ ഓരോ ഘട്ടത്തിലും വീട്ടിൽ ചെന്നിരുന്നു. അതിനകത്ത് തദ്ദേശഭരണ സ്ഥാപനത്തിലെ വാർഡ് അംഗമാണ് നേതൃത്വം വഹിക്കുന്നതെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുണ്ട്, ജനമൈത്രി പോലീസുണ്ട്, അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ആശാവർക്കറെ പോലുള്ളവരുണ്ട്. അങ്ങനെ പലരും ഉൾക്കൊള്ളുന്നൊരു സമിതിയായിരുന്നു അത്. തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുഴുകിയതോടെ അത് വലിയ തോതിൽ നിർജ്ജീവമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടങ്ങളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചു തുടങ്ങി തെരഞ്ഞെടുപ്പിന് ശേഷം. അപ്പോൾ ആ സമിതി വീണ്ടും പുനർജീവിപ്പിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് അംഗമായിരിക്കണം ഈ സമിതിക്ക് നേതൃത്വം നൽകുന്നത്. അവരെല്ലാ കാര്യങ്ങളിലും നേരത്തെ ഇടപെട്ടതുപോലെ ഇടപെട്ട് പോകുന്ന നിലയുണ്ടാവണം. അതോടൊപ്പം കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി കോവിഡ് വ്യാപനം തടയാൻ ഏറ്റവും പ്രധാനം നാം തന്നെ സ്വയം ജാഗ്രത പാലിക്കലാണ്. പക്ഷെ ചിലർ ജാഗ്രത പാലിക്കാൻ മറന്നുപോയാൽ അവരെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതിന് പോലീസിൻ്റെ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് കാണുന്നത്. നമ്മുടെ ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ആശുപത്രികളിൽ, ഷോപ്പിംഗ് മാളുകളിൽ
അതായത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, ഇപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എല്ലാം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അത് പോലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വിന്യസിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ കൂടുതലായി വിന്യസിക്കുകയും ചെയ്യും. അപ്പോൾ സെക്ടറൽ മജിസ്ട്രേറ്റ് പോലീസിനോടൊപ്പം തന്നെ നീങ്ങി പ്രവർത്തിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുസ്ഥലങ്ങളിൽ നാളെ രാവിലെ മുതൽ ഫെബ്രുവരി 10 വരെ ഒരു ഘട്ടമെടുത്ത് നമുക്ക് പരിശോധിക്കാമെന്ന് വെച്ചാണ് 25,000 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി വിന്യസിക്കും. ഇത് എല്ലാവരും സഹകരിച്ചുകൊണ്ട് കോവിഡ് വ്യാപനം കുറച്ച് കൊണ്ടുവരുന്നതിനാണ്. അപ്പോൾ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കലാണ് പ്രധാനം. പാലിച്ചില്ലെങ്കിലാണ് പോലീസിന് അവരോട് നിങ്ങൾ ഇന്ന മാനദണ്ഡം പാലിച്ചില്ല, അത് പാലിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടി വരിക. അതേപോലെ തന്നെ രോഗവ്യാപനത്തിന് ഇടയാകുന്ന തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ അത് വലിയ തോതിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം അടഞ്ഞ ഹാളുകൾ. അത്തരം ഹാളുകളിൽ വലിയ ആൾക്കൂട്ടം ഒഴിവാക്കുക തന്നെ വേണം. ഇപ്പോൾ പൊതുസമ്മേളനങ്ങൾ, വിവാഹം, അതുപോലുള്ള മറ്റ് ചടങ്ങുകൾ, ഇതിനൊക്കെ അടഞ്ഞ ഹാളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അടഞ്ഞ ഹാളുകൾക്ക് പകരം തുറസായ സ്ഥലം, നല്ല വായുസഞ്ചാരം ഉണ്ടാവുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശാരീരിക അകലം പാലിച്ച് നടത്തുന്നതാണ് നന്നാവുക. വിവാഹത്തിൻ്റെയൊക്കെ കാര്യത്തിൽ വലിയ തോതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കോവിഡിന് മുൻപുള്ള അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ പങ്കാളിത്തമാണ് വിവാഹ ചടങ്ങിലുണ്ടാകാറ്. എന്നാൽ കോവിഡ് വന്നതോടെ അതേറ്റവും ചുരുങ്ങിയ തോതിൽ നടത്താമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ നടത്തുകയും ചെയ്തു. അയവ് നൽകിയപ്പോൾ പഴയ അതേ നിലയിലേക്ക് എത്തിയില്ലെങ്കിലും ഏകദേശം ആ നിലയിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള പങ്കാളിത്തമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും അനുവദിക്കാനാവില്ല. അതുകൊണ്ട് വിവാഹ ചടങ്ങുകൾ നടത്തുന്നവർ ആ ചടങ്ങ് പ്രധാനമാണ്, പക്ഷേ പങ്കാളിത്തം പരിമിതപ്പെടുത്തുന്നതിന് നല്ല ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ ഹാളുകളിൽ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ ആ ഹാളിൻ്റെ ഉടമകളായിട്ടുള്ളവർ നല്ല രീതിയിൽ സഹകരിക്കണം. വലിയ ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കലാണ് ഏറ്റവും പ്രധാനം. പിന്നെ നേരത്തെ നമ്മൾ രാത്രി യാത്ര നിരോധിച്ചിരുന്നു. ഇപ്പോൾ നിരോധനത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ 10 മണിക്ക് ശേഷമുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ ജനങ്ങളെല്ലാം സഹകരിക്കണം. ആ ഒരു അഭ്യർത്ഥന
ജനങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. വളരെ അത്യാവശ്യമൊരു കാര്യമുണ്ട്, അതിന് പോവുക എന്നല്ലാതെ അല്ലാത്തൊരു യാത്ര 10 മണിക്ക് ശേഷം വേണ്ട എന്ന് വെക്കണം. ഇവിടെ കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ അടിസ്ഥാനങ്ങളിലേക്ക് തിരികെ പോവുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാക്കാനാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശ്രമിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ ഉപയോഗിച്ചും ഫീൽഡ് പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാനും പ്രവർത്തന സജ്ജരാക്കാനും വേണ്ട കാര്യങ്ങൾ നടന്നു വരികയാണ്. പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ടെസ്റ്റ് നടത്താനും രോഗം കണ്ടെത്താനുമുള്ള പ്രവർത്തനം ഊർജിതമാക്കും. സീറോ സർവൈലൻസ് സർവേയും ജീനോം പഠനവും നടന്നു വരികയാണ്. ഫെബ്രുവരി 15-ന് ആദ്യത്തെ റിപ്പോർട്ട് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ 7,94,000 ഡോസുകളാണ് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. നിലവിൽ അതാണ് നാം നൽകി വരുന്നത്. നമ്മുടെ ഹെൽത്ത് കെയർ വർക്കർമാരിൽ 17.54% ആളുകൾക്ക് വാക്സിൻ ഇപ്പോൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. മാസ്ക് ഉപയോഗം നല്ല രീതിയിൽ വ്യാപിച്ചതായിരുന്നെങ്കിലും ഈ അടുത്ത നാളുകളിൽ കുറഞ്ഞു വരുന്നുണ്ട്. പലരും യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കാത്തത് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കാരും മറ്റും. നിയന്ത്രണങ്ങളിൽ അയവ് വന്നപ്പോൾ ഇനി കോവിഡിനെ ഭയപ്പെടേണ്ടതില്ല എന്നൊരു പൊതു സമീപനത്തിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. അത് വലിയ അപകടമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇക്കാര്യത്തിൽ പൊതുവായ ജാഗ്രത സമൂഹത്തിലുണ്ടാവണം. നാം മാതൃകാപരമായി തന്നെയാണ് ഈ രോഗത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യമേഖലയാകെയും സമൂഹം ഒന്നടങ്കവും ഈ പോരാട്ടത്തിലുണ്ട്. രോഗബാധിതർക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നുണ്ട്. നാടിൻ്റെ കൂട്ടായ്മയും നമ്മുടെ ആകെ ഒരുമ, ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം, ഇതുകൊണ്ടാണ് ഈ അപകടസന്ധി മുറിച്ച് കടക്കാൻ നമുക്ക് കഴിയുക. ഇന്നത്തെ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ലൈഫ് മിഷൻ്റെ ഭാഗമായി 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 2,57,547 ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പൂർത്തിയായിട്ടുള്ളത്. പാർപ്പിടം എന്ന അടിസ്ഥാന ആവശ്യത്തെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കണ്ടതും ആ പ്രശ്നം കൈകാര്യം ചെയ്തതും. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അഭിമാനകരമായ അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ ഇനി പരിശോധിച്ചാൽ വീട് ലഭിക്കേണ്ട തരത്തിലുള്ള ആളുകൾ പലരുമുണ്ട്. അവർ 2 തരത്തിലാണ്.
ഒന്ന്, ലൈഫ് മിഷൻ്റെ ഭാഗമായി അപേക്ഷിച്ചവരുണ്ട്, നേരത്തെ അംഗീകരിച്ചവരുണ്ട്, അവരുടെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ലൈഫ് മിഷനിൽ അപേക്ഷിക്കാൻ അന്ന് കഴിഞ്ഞില്ല, പട്ടികയിൽ പെട്ടില്ല. അവർക്ക് പുതിയൊരവസരം കൂടി നൽകിയിരിക്കുന്നു. അപേക്ഷ ലഭിച്ചിട്ടുണ്ട്, ആ അപേക്ഷയുടെ മേലെയുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നു. അപ്പോൾ അത്തരം എല്ലാവർക്കും അന്തി ഉറങ്ങാനുള്ള സ്വന്തം വീട് വൈകാതെ ലഭ്യമാക്കാൻ തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലൈഫ് മിഷൻ നേരത്തെ പറഞ്ഞതാണ് 3 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ആകെ ഘട്ടങ്ങളൊന്നും ഇപ്പോൾ വിവരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല, എല്ലാം നേരത്തെ നമ്മൾ കൈകാര്യം ചെയ്തതാണ്. ഇപ്പോൾ 3ാം ഘട്ട പ്രവർത്തനങ്ങൾക്കാണ് മുന്തിയ പരിഗണനയുള്ളത്. നിലവിൽ 85 ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 52 സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 5 സമുച്ചയങ്ങളുടെ നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാവും. 32 സമുച്ചയങ്ങൾ മെയ് മാസത്തോടെ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിൽ UAE റെഡ് ക്രസൻറ്റ് എന്ന സന്നദ്ധ സംഘടന സ്പോൺസർഷിപ്പിലൂടെ 140 ഫ്ലാറ്റുകളാണ് നിർമ്മിക്കുന്നത്. അവിടെ ഭവന സമുച്ചയം മാത്രമല്ല, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും നിർമ്മിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഇത്തരം വികസന പദ്ധതികൾ ആരുടെയെങ്കിലും ആക്ഷേപങ്ങളിലും ആരോപണങ്ങളിലും ഭയന്ന് സർക്കാർ ഉപേക്ഷിക്കില്ല എന്നതാണ് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന കെയർ ഹോം ഉൾപ്പെടെ മറ്റ് വകുപ്പുകൾ തുടങ്ങിവെച്ച ഭവന നിർമ്മാണ പദ്ധതികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഭൂമിയുള്ള ഭവൻ രഹിതർക്ക് 51,317 വീടുകൾ, ഭൂരഹിതരായ ഭവൻ രഹിതർക്ക് 29,608 വീടുകൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ വിവിധ പദ്ധതികളിലൂടെ 8,823 കോടി രൂപയുടെ വീട് നിർമ്മാണമാണ് ഇതേവരെ സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. നാളത്തെ കേരളം എന്നതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിവിധ മേഖലകളിൽ ഇനിയും പൂർത്തിയാകാനുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുണ്ടായ തകർച്ചയിൽ നിന്ന് കരകയറാൻ പുതിയ കാഴ്ചപ്പാടുകളും സമീപനവും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ആധുനിക മേഖലകൾ കണ്ടെത്തി വ്യവസായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കൃഷി ഭക്ഷ്യസംസ്കരണ വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകാനുമുള്ള സാധ്യതകളാണ് അത്യാവശ്യമായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ പിന്തുണയും പിൻബലവും വേണം. ഭാവി കേരളത്തിൻ്റെ സൃഷ്ടിക്ക് ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ 9 സുപ്രധാന മേഖലകളിൽ നടപ്പിലാക്കേണ്ട പരിപാടികൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് കേരള ലുക്സ് എഹെഡ് എന്ന വിപുലമായ രാജ്യാന്തര സമ്മേളനം ഫെബ്രുവരി 1 മുതൽ 3 വരെ സംഘടിപ്പിക്കുകയാണ്. ഇത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആളുകളെല്ലാം ഇവിടെ വന്ന് പരിപാടി നടത്തുക എന്നുള്ളതിന് സ്വാഭാവികമായും പ്രയാസമുണ്ട്. എന്നാൽ ലോകപ്രശസ്തരായ വിദഗ്ധരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക. കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഈ കോൺഫറൻസ് പൂർണ്ണമായും ഓൺലൈനായാണ്
സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യാന്തര തലത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം, ആധുനിക വ്യവസായ സാധ്യതകൾ, നൈപുണ്യ വികസനം, കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ടൂറിസം, വിവരസാങ്കേതികവിദ്യ, ഗവേണൻസ് തുടങ്ങിയ പ്രധാന സാമ്പത്തിക മേഖലകൾക്ക് പുറമേ തദ്ദേശ സ്വയംഭരണം, ഫെഡറലിസം, വികസനോന്മുഖ ധനവിനിയോഗം ഇത്തരം പ്രത്യേക വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമാകും. രാജ്യാന്തര തലത്തിലും ഇന്ത്യക്കുള്ളിലും ഉണ്ടായ പുതിയ നീക്കങ്ങളും ഇടപെടലുകളും മനസ്സിലാക്കുവാനും അതിലൂടെ കേരളത്തിൻ്റെ പ്രത്യേകതകൾക്കനുസൃതമായ വികസന തന്ത്രങ്ങൾ രൂപീകരിക്കാനും ഈ കോൺഫറൻസ് സഹായിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കോവിഡ് കാരണം നഷ്ടപ്പെട്ട തൊഴിലും തൊഴിലവസരങ്ങളുമുണ്ട്. അവ വീണ്ടെടുക്കണമെങ്കിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ തൊഴിലവസരങ്ങളും നൂതന തൊഴിൽ സംരംഭങ്ങളുടെ പ്രോത്സാഹനവും അടിസ്ഥാന സൗകര്യ വികസനവും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവണം. വിശ്രുത സാമ്പത്തിക വിദഗ്ധനും നോബൽ സമ്മാന ജേതാവുമായ പ്രൊഫസർ അമർത്യ സെൻ, സാമ്പത്തിക നോബൽ സമ്മാന ജേതാവ് പ്രൊഫസർ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ്, വ്യവസായ പ്രമുഖരായ ശ്രീ രത്തൻ ടാറ്റ, ശ്രീ ആനന്ദ് മഹീന്ദ്ര, ശ്രീ എം എ യൂസഫ് അലി, കിരൺ മസുംദാർ ഷാ, ഡോക്ടർ രവിപിള്ള, ക്രിസ് ഗോപാലകൃഷ്ണൻ, ഡോക്ടർ ആസാദ് മൂപ്പൻ, ലോകാരോഗ്യ സംഘടനയുടെ WHO ചീഫ് സയൻറ്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇവരുടെ കാഴ്ചപ്പാടുകളും സംസ്ഥാനത്തിൻ്റെ ഭാവിക്കായി അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഈ സമ്മേളനത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഏവർക്കും ഏത് സെഷനും കാണാൻ സാധിക്കുന്ന തരത്തിലാണ് സമ്മേളനത്തിൻ്റെ ക്രമീകരണം. കോൺഫറൻസ് വെബ്സൈറ്റായ www.kerala.lookahead.com എന്ന സൈറ്റിൽ എല്ലാ സെഷനുകളും ലൈവായി വീക്ഷിക്കാനാവും. കഴിഞ്ഞ ഡിസംബർ 17 പ്രഖ്യാപിച്ച സർക്കാരിൻ്റെ രണ്ടാം ഘട്ട 100 ദിന പരിപാടി, അതിൻ്റെ പുരോഗതി കഴിഞ്ഞ ദിവസം വിലയിരുത്തുകയുണ്ടായി. പദ്ധതികൾ അതിവേഗതയിൽ പുരോഗമിക്കുകയാണ്. 27 വകുപ്പുകളിലായി 150 പദ്ധതികളാണ് പൂർത്തിയാക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്തിരുന്നത്. ഈ 100 ദിന പരിപാടിയിൽ 50,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടത്. ഇപ്പോൾ അവലോകനത്തിൽ കണ്ടത് 23,606 തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 100 ദിവസത്തിനുള്ളിൽ 10,000 പട്ടയങ്ങൾ വിതരണം ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ 13,000 പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് കാണുന്നത്.
സർക്കാർ സംവിധാനത്തിൽ എപ്പോഴെങ്കിലും അഴിമതിയോ മറ്റ് തെറ്റുകളോ ഉണ്ടായാൽ പ്രതികരിക്കണമെന്നും ഇടപെടണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ആരോടാണ് പരാതിപ്പെടേണ്ടത്? എന്ത് വിവരമാണ് നൽകേണ്ടത്? ഇതൊക്കെ ഉയർത്തുന്നതുകൊണ്ട് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും സംഭവിക്കുമോ? ബുദ്ധിമുട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഇങ്ങനെയൊക്കെയുള്ള ആശയക്കുഴപ്പം പലർക്കും ഉണ്ടാകാറുണ്ട്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരും ആശങ്കയിലാണ്. സത്യസന്ധമായി ജോലി ചെയ്യുന്നതിനിടയിൽ ആരെങ്കിലും വ്യാജ പരാതികൾ നൽകുമോ? മറ്റുപദ്രവങ്ങളുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ചിലരും ഈ സത്യസന്ധരായ ഉദ്യോഗസ്ഥരിൽ കാണാൻ കഴിയും. ഈ സാഹചര്യത്തിലാണ് സർക്കാർ സംവിധാനങ്ങളിൽ ഉത്തരവാദിത്വം ഉറപ്പുവരുത്തുന്നതിനും അഴിമതിയെ തിരുത്തുന്നതിനും ജനങ്ങളുമായി സഹകരിച്ച് ഒരു പദ്ധതി ആരംഭിക്കുന്നത്. 2021 10 കർമ്മപരിപാടികളുടെ ഭാഗമായാണ് ഇത് നടപ്പാക്കുന്നത്. പൊതുജനങ്ങൾക്ക് തെളിവുകളടക്കം സമർപ്പിക്കാവുന്ന ഒരു വെബ്സൈറ്റ് ഒരുങ്ങുകയാണ്. ഇതുവഴി ഫോൺ സന്ദേശങ്ങൾ, സ്ക്രീൻഷോട്ട്സ്, SMS, ഓഡിയോ റെക്കോർഡിംഗ് തുടങ്ങിയ തെളിവുകൾ സമർപ്പിക്കാം. ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടെയും പങ്കാളിത്തത്തോടെയും സർക്കാർ സംവിധാനങ്ങളിലുള്ള ദുഷ്പ്രവണതകളെക്കുറിച്ച് വിപുലമായ വിവരശേഖരണം സാധ്യമാവും. അതോടുകൂടി ഭാവിയിൽ ഈ പ്രവണതകൾ തടയുന്നതിനാവശ്യമായ ശക്തവും കൃത്യവുമായ ഇടപെടൽ നടത്താൻ സർക്കാരിന് കഴിയും. ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന പദ്ധതിയായതിനാൽ ഈ പദ്ധതിയുടെ പേര് ജനങ്ങൾക്ക് തന്നെ നിർദ്ദേശിക്കാം. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഉടനെ പരസ്യപ്പെടുത്തും. മറ്റൊന്ന്, സാന്ത്വന സ്പർശമെന്ന രീതിയിൽ ജനുവരി, ഫെബ്രുവരി 1 മുതൽ 18 വരെ നടത്തുന്ന അദാലത്തുകളാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും പരാതികൾക്കും പെട്ടെന്ന് പരിഹാരം കാണുക. അതിനാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ ഈ പരിപാടി നടത്തുന്നത്. പരാതികൾ സ്വന്തം നിലയിൽ ഓൺലൈനായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് ഈടാക്കുന്നില്ല. അക്ഷയ സെൻറ്ററുകൾക്കുള്ള ഫീസ് സർക്കാർ നൽകും. നേരത്തെ പരാതി നൽകിയിട്ടും തീർപ്പാകാതെയുള്ളവ, പുതിയ പരാതികൾ, ഇവയെല്ലാം സ്വീകരിക്കും. സാന്ത്വന സ്പർശത്തിൻ്റെ പ്രധാന ചുമതല കലക്ടർമാർക്കാണ്. അവരെ സഹായിക്കുന്നതിന് ഗവൺമെൻറ് സെക്രട്ടറിമാരെയും ജില്ലകളിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ കാര്യക്ഷമമായി പരാതികൾക്ക് പരിഹാരം കാണുന്നുണ്ട്. ഇതുവരെ ലഭിച്ചത് 3,21,049 പരാതികളാണ്. അതിൽ 2,72,441 തീർപ്പാക്കിയിട്ടുണ്ട്. CM പോർട്ടലിൽ 5,74,220 അപേക്ഷകളാണ് ലഭിച്ചത്. അതിലിനി തീർപ്പാക്കാനുള്ളത് 34,778 മാത്രമാണ്. ഇതിനെല്ലാം ഉപരി പരാതികൾ പൊതുജനങ്ങൾക്കുണ്ടെങ്കിൽ ഉന്നതതലത്തിൽ നേരിട്ട് പരിഹരിക്കണമെന്നാണ്
സർക്കാർ കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് മന്ത്രിമാർ ജില്ലാതലത്തിൽ പോയി സാന്ത്വന സ്പർശം എന്ന പേരിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് മറ്റൊരു പ്രത്യേകതയുണ്ടായി. ഏകദേശം അരനൂറ്റാണ്ട് കാലമായി കാത്തിരിക്കുന്ന ഒരു ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. 348 കോടി രൂപ ചെലവിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. കേന്ദ്രവും സംസ്ഥാനവും 174 കോടി രൂപ വീതമാണ് ഇതിന് ചെലവഴിച്ചത്. എന്നാൽ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർണ്ണമായും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പാണ് നിർവഹിച്ചത്. റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി, ഇതൊക്കെ കാരണമാണ് കുറച്ച് നീണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായത്. മറ്റ് സാധാരണ നിലക്കുള്ള നടപടികളും നമുക്കറിയാലോ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിവേഗതയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിന് അവിടെയുള്ള ഇപ്പോഴത്തെ MP ആരിഫ് ഇടപെട്ടതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം യോഗത്തിൽ വിവരിക്കുന്ന അവസ്ഥയുണ്ടായി. ഏതായാലും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാനുള്ളത്.